പെട്രോൾ ഡീസൽ വില കൂട്ടിയതിന് പിന്നാലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുമോ എന്ന ആശങ്കയിലാണ് ജനം. വാണിജ്യ LPG സിലിണ്ടർ വില കൂട്ടിയതിന് പിന്നാലെ എത്തിയ ഇന്ധനവില വർധനവ് ജീവിത ചെലവ് കൂട്ടുമെന്നാണ് ആശങ്ക. രാവിലെ 4 മണിക്ക് 1 ലിറ്റർ പെട്രോളിന് വില 105.51 രൂപ. 7 മണിയോടെ വില 108ലേക്ക്. പെട്രോൾ അടിക്കാനെത്തിയവർ തലയിൽ കൈവച്ചു. രാവിലെ പോയപ്പോ 95-41 ഉണ്ടായുള്ളൂ. ഇപ്പൊ വന്നപ്പോ 3 രൂപ കൂടിയേക്കണം, 3.20 പൈസയോട് കൂടിയേക്കണം. ഇതെന്താ ഇങ്ങനെ അയക്കാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് അടിച്ചാണ്, നമ്മളെ തൈക്കൂടുന്ന് അടിച്ചാണ്. അവിടെ നിന്ന് അടിച്ചപ്പോൾ 95 സംതിങ് ഉള്ളൂ. 6 മാർക്കറ്റിൽ പോയപ്പോൾ ഇതെന്ത് ഇങ്ങനെ അയക്കാൻ അങ്ങ് എങ്ങനെ ജീവിക്കും? വിലവർധനവ് 3 രൂപയിൽ നിൽക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. വരും ദിവസങ്ങളിൽ അത് 5 രൂപയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇനിയും കൂടുള്ളൂ, ഇനി കുറയൂല. ഇനിയും കൂടുള്ളൂ, കുറയണ പരിപാടി ഉണ്ടാവില്ല എന്തായാലും. അല്ല, അത് എല്ലാവർക്കും അറിയാലോ കൂടുന്നു. ഇലക്ഷൻ കഴിയുമ്പോൾ കൂടുന്നു എല്ലാവർക്കും അറിയാം. പച്ചക്കറിക്കും അരിക്കും ഇതര സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന കേരളം കടുത്ത വിലക്കയറ്റത്തിലേക്ക് കൂപ്പുകുത്തുമെന്ന് കച്ചവടക്കാർ പറയുന്നു. ഇന്ന് 21 രൂപ സവാള വിൽക്കണമെന്നുണ്ടെങ്കിൽ നാളെ അത് ചിലപ്പോൾ 21.5 ആവാം. മനസ്സിലായി, 30 പൈസ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ തന്നെ വില കൂടില്ല, മെറ്റീരിയൽ എല്ലാം ഭയങ്കരമായിട്ട് വില കൂടി. പ്ലാസ്റ്റിക് സാധനങ്ങൾ മൊത്തം ഭയങ്കരമായിട്ട് വില കൂടി. ഒന്നാമത് വരുമാനം കുറവും ചെലവ് കൂടുന്ന ഒരു സമയമാണ്. ഈ 2 മാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കണമെന്ന് പോലും ജനങ്ങൾക്ക് അറിയാത്തൊരു സമയത്താണ് ഇങ്ങനെ വില വരുന്നത്. 50 രൂപ കടയാണ്, 70 രൂപ ആണെങ്കിൽ 15 ചാക്കിന് 2 രൂപ കയറും. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നിർദ്ദേശം നീണ്ടുപോയാൽ പ്രതിസന്ധി കടുക്കും. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം കേരളത്തെ എങ്ങനെ ബാധിക്കും എന്ന ചോദ്യമായിരുന്നു ഉയർന്നു വന്നത്. എന്നാൽ ഇനി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അത് ബാധിച്ചു തുടങ്ങി. കേരളത്തിന്റെ കുടുംബ ബജറ്റ് താളം തെറ്റി തുടങ്ങി. കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.